നിൻ കണ്ണിലെന്നെ ഞാൻ കണ്ടേ, തട്ടത്തിൻ മറയത്തെ പെണ്ണെ. നിൻ കണ്ണിലെന്നെ ഞാൻ കണ്ടേ, അരികിലായി വന്നു നിൻ മൃദുലമാം കൈ തൊട്ടാൽ അരുമയായി നീ പാടുമോ? അലസമാം നിൻ കൂന്തൽ ചുരുളുകൾ മോഹത്തിൻ മന്ത്രം ചൊല്ലുന്നുണ്ടോ? മഴയിൽ മാറിൽ ചേരും കണം പോലെ എന്നും ഞാൻ. പടച്ചോനെ എനക്ക് ഇവിടെ കെട്ടിച്ചു തന്നെ. എന്റെ പടച്ചോനേതാ? മുത്തപ്പൻ. പേര് വിളിച്ച് പ്രാർത്ഥിക്ക്. കൊറേ പടച്ചോന്മാരുണ്ട്. അവളെ പടച്ചോൻ വേറെയാ. കൺഫ്യൂഷനായി പോവും. ഈശ്വര, എന്റെ തൊട്ട് പുറകെ തന്നെ വരണേ. ഒന്ന് സംസാരിക്കാൻ പറ്റണേ. ഞാൻ വേണമെങ്കിൽ ഒരു ഉദയാസ്തമന പൂജ. വേണ്ട, പൈസ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളാം. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, മറ്റൊരുത്തിന് ഇവള് വിട്ടുകൊടുക്കൂല. ഈ ഉമ്മച്ചിക്കുട്ടി ഇവളെന്റെയാണ്. ഇരിക്കുമ്പോ ഛർദിക്കാൻ തോന്നും, നിൽക്കുമ്പോ കൈയും കാര്യം മറിക്കും. സത്യം പറയാലോ, എന്റെ അത്ര ഭംഗിയുള്ളൊരു പെണ്ണിനെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്റെ അമ്മയാണ് സത്യം. ഓ, എന്നെ ഇങ്ങനെ നോക്കല ഐഷ, ഞാൻ മരിച്ചു. ഓ, ഭയങ്കര ആശ്വാസം തോന്നുന്നു. എന്താ പറയാ, ഈ 10-14 ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരാളുടെ മുമ്പിൽ ചിക്കൻ ബിരിയാണി വെച്ചാൽ എങ്ങനെയിരിക്കും? അതാണ് എന്റെ അവസ്ഥ. വെള്ളമില്ലാതെ ഊണുറക്കമില്ലാതെ ഒരു 100 വർഷം ഇനി ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും എനക്ക്. അങ്ങനൊന്നും പറ്റില്ലായിരിക്കും, പക്ഷെ എനിക്കിപ്പോ അങ്ങനെയൊക്കെ തോന്നുന്നു. എന്റെ വീട്ടുകാർ വന്നതിന്റെ തലേന്നതിന് മുമ്പ് ഞാൻ പറയാം. I love you, Aisha. ഇപ്പൊ ഇങ്ങോട്ടൊന്നും പറയണ്ട. നന്നായി ആലോചിച്ച് ഒരുപാട് സമയമെടുത്ത് ഇഷ്ടമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒന്നിങ്ങ് എത്തട്ടെ. എടാ, ഡീസന്റ് ആയിട്ട് ഇടപെടാൻ ശ്രമിച്ചാണ് എനക്ക് പറ്റിയ തെറ്റ്. പിന്നാലെ നടന്ന് ഉപദ്രവിച്ചിട്ടൊന്നുമല്ലോ. നിനക്ക് അവളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടമാണ്. ആരൊക്കെ വന്ന് കുറുക്ക് നിന്നാലും അവളെ കല്യാണം കഴിക്കാൻ നിനക്ക് ധൈര്യമുണ്ട്? ധൈര്യമുണ്ട്. കല്യാണം കഴിച്ച അവളെ പൊന്നുപോലെ നോക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റും. അത് മതിയടേ. ഈ ജാതി മതമൊക്കെ ആളുകളെ ഭിന്നിപ്പിക്കാനുള്ളതല്ല, ഒന്നിപ്പിക്കാനുള്ളതാണ്. അത് മനസ്സിലാകാത്ത ചില കിഴങ്ങന്മാരാണ് കാലാകാലങ്ങളായിട്ട് ഈ പ്രേമത്തിനെതിരെ നിൽക്കുന്നത്. 2012 ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. ഇജിന്റെ കൂടെ വാ, നമുക്ക് കല്യാണം കഴിക്കാം. ഈ മഴ തോരുന്നതിന് മുമ്പ്, നാളെ വീട്ടുകാരൊക്കെ അറിയുന്നതിന് മുമ്പ് നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പേരിൽ ആളുകൾ പിരിച്ചു കാണാതെ ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി നമുക്ക് ജീവിക്കാം. പിന്നെ എല്ലാം തുടങ്ങുമ്പോ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരാം. അവിടെ എല്ലാവർക്കും എന്നെ ഇഷ്ടം. ഇതിന്റെ കൂടെ വാ ഐഷ, ഇതിന്റെ കൂടെ വാ. ഇങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പ്ലീസ് ഐഷ, പ്ലീസ്. ഈ ലവ് സ്റ്റോറി ഹാപ്പി എൻഡിങ്, അത് നീ ഉറപ്പിച്ചു.